മാന്യപ്രേക്ഷകർക്ക് നമസ്കാരം. എന്തുകൊണ്ടാണ് ബി.ജെ.പി ഒരു സ്ഥലത്ത് അധികാരത്തിലേക്ക് എത്തിയാൽ പിന്നീട് ബി.ജെ.പിയെ പരാജയപ്പെടുത്താൻ മറ്റു പാർട്ടികൾക്ക് സാധിക്കാത്തത് എന്നതിന്റെ വ്യക്തമായിട്ടുള്ള നമ്മുടെ കേരളത്തിലെ ഒരു തെളിവാണ് നമ്മൾ മുന്നോട്ട് വെക്കുന്നത്. തിരുവനന്തപുരം കോർപ്പറേഷൻ മേയർ വി രാജേഷ് പറയുന്നത് നിങ്ങളൊന്ന് കേട്ടു നോക്കൂ. ഞങ്ങൾ നേതാവൊന്നും ഉള്ള വാക്കൊന്നും ഉപയോഗിക്കില്ല. ഞങ്ങളൊക്കെ സാധാരണ പ്രവർത്തകർ. ഞങ്ങളൊക്കെ ഒരു സ്ഥലത്ത് ചെല്ലുമ്പോഴേക്കും സ്വന്തം പോക്കറ്റിൽ നിന്നും പണം ചെലവാക്കി കൊടികെട്ടിയും നേതാക്കന്മാരെയൊക്കെ സ്വീകരിക്കുവാൻ വേണ്ടിയും ഒക്കെ നിൽക്കുന്ന ഒന്നും പ്രതീക്ഷിക്കാത്ത ആയിരക്കണക്കിന് പ്രവർത്തകർ രാജ്യത്തെമ്പാടുമുണ്ട്, അല്ലെങ്കിൽ കേരളത്തിലുണ്ട്, തിരുവനന്തപുരത്തുണ്ട്. അവരൊക്കെ അവിടെ നിൽക്കുന്നതുകൊണ്ടാണ് ഞങ്ങളൊക്കെ തന്നെ ലീഡർഷിപ്പിലേക്ക് വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എന്ത് സംഭവിച്ചാലും അവരെയൊക്കെ തന്നെ ചേർത്ത് പിടിച്ചുകൊണ്ടുള്ള സംഘടനാ പ്രവർത്തകർക്ക് പ്രാധാന്യം കൊടുത്തുകൊണ്ട് സമൂഹത്തിലെ സാധാരണക്കാരായ ജനങ്ങളെ ഞങ്ങളുടെ യജമാനന്മാരായിട്ട് കണ്ടുകൊണ്ടുള്ള പ്രവർത്തനം മാത്രമേ ഉണ്ടായിട്ടുള്ളൂ. അത് മാത്രമേ ഉണ്ടാവുകയുമുള്ളൂ. അതിന് മാത്രമേ നിലനിൽപ്പുള്ളൂ എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. ഇനി നഗരസഭയുടെ കാര്യത്തിലേക്ക് വന്നു കഴിഞ്ഞാൽ താങ്കൾ പറഞ്ഞു, ഇന്നലെയും പല മാധ്യമപ്രവർത്തകരും ചോദിച്ചു, വളരെ ശക്തരായ പ്രതിപക്ഷമാണ് ഉള്ളത്, കരുത്തരായ പ്രതിപക്ഷമാണുള്ളത് എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഏറ്റവും സന്തോഷം നൽകുന്ന, എന്നെപ്പോലൊരു പൊതുപ്രവർത്തകന് ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. കാരണം ശക്തമായ ഇപ്പോൾ നമ്മുടെ ശബരിനാഥൻ, അദ്ദേഹം 2 ടൈം MLA ആയിരുന്നു. വളരെ അനുഭവ സമ്പത്തും പാരമ്പര്യമുള്ള ഒരു കോൺഗ്രസ് കുടുംബത്തിൽ നിന്ന് വരുന്നത്. ഞാൻ മനസ്സിലാക്കുന്നത് ഏറ്റവും കൂടുതൽ വായിക്കുന്ന ഒരു നേതാവായിരുന്നു ബഹുമാനപ്പെട്ട ആദരണീയ നമ്മുടെ GK കാർത്തികൻ സാറ്. കാർത്തികൻ സാറിൻ്റെ കുടുംബത്തിൽ നിന്ന് വരുന്ന ഒരു നല്ല അനുഭവ സമ്പത്തുള്ള ഒരു രാഷ്ട്രീയ പാരമ്പര്യമുള്ള കുടുംബത്തിൽ നിന്ന് വരുന്ന ആളാണ് ശബരിനാഥൻ. നല്ല വിദ്യാഭ്യാസമുണ്ട്. അപ്പോൾ അദ്ദേഹമാണ് ഒരു നേതാവ് പ്രതിപക്ഷത്തുള്ള. മറ്റൊന്ന് SP ദീപക്. ഒരുപാട് കാലം ഞങ്ങളൊക്കെ ഒരുമിച്ച് ഇവിടെ തിരുവനന്തപുരം സംഘടനാ പ്രവർത്തനം ABVP SFI ഒക്കെ നടത്തിയിട്ടുള്ളതാണ്. അദ്ദേഹം സിൻഡിക്കേറ്റ് മെമ്പറുമായിരുന്നു. മുൻ മേയർ ചാക്കയിൽ നിന്ന് ജയിച്ച ശ്രീകുമാർജി ഉണ്ട്. ഇങ്ങനെ നിരവധി പേരുണ്ട്. മുൻ ഡെപ്യൂട്ടി മേയർ രാഖി രവികുമാർ. ഇവരൊക്കെ തന്നെ പ്രതിപക്ഷത്തുള്ളപ്പോഴേക്കും തീർച്ചയായിട്ടും കരുത്തുള്ള ഒരു പ്രതിപക്ഷം ജനാധിപത്യത്തിൽ ഭരണപക്ഷത്തിന് ശക്തി പകരുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ആരോഗ്യകരമായ സംവാദങ്ങൾ നടക്കും. കാര്യങ്ങൾ പറഞ്ഞാൽ പെട്ടെന്ന് മനസ്സിലാക്കാൻ കഴിയുന്ന അനുഭവ സമ്പത്തുണ്ട്. ആശയപരമായി വിയോജിച്ചോട്ടെ, പക്ഷേ അവർ ജയിച്ചു വന്ന വാർഡിലെ ഉൾപ്പെടെ പ്രശ്നങ്ങൾ പരിഹരിക്കുവാൻ വേണ്ടി ഭരണസമിതി മുന്നിട്ടിറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും അവർക്ക് സഹകരിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആ ഇപ്പോൾ ഫണ്ട് ആണല്ലോ പ്രധാനപ്പെട്ട ഘടകം. ഞങ്ങൾ 101 വാർഡിൻ്റെ ആവശ്യം കണ്ടിട്ട് ഏതു തരത്തിലൊക്കെ ചെയ്യാൻ സാധിക്കും, അതാണ് ഞങ്ങളുടെ പോളിസി. നരേന്ദ്രമോദി ആ പോളിസിയാണല്ലോ സ്വീകരിക്കുന്നത്. എല്ലാ സംസ്ഥാനങ്ങൾക്കും വികസനത്തിന് ആവശ്യമായ പണം നൽകും. അപ്പോൾ അത്തരത്തിൽ ഇപ്പോൾ മാലിന്യ സംസ്കരണം, പ്രതിപക്ഷത്തുള്ള നേതാക്കന്മാരുടെ വാർഡുകളുടെ മാലിന്യവും നമ്മൾ സംസ്കരിക്കുകയാണല്ലോ. തെരുവുനായി എല്ലാ വാർഡിനെയും നമ്മൾ ഉന്മൂലനം ചെയ്യുകയാണല്ലോ. അപ്പോൾ സ്വാഭാവികമായിട്ട് സഹകരിക്കാൻ പറ്റുന്ന ഒരുപാട് മേഖലകളുണ്ട്. ആശയപരമായി സ്വാഭാവികമായിട്ട് അവരൊക്കെ തന്നെ വിയോജിക്കും. ആ വിയോജിപ്പുകൾ നിലനിർത്തിക്കൊണ്ട് തന്നെ എവിടെയൊക്കെ യോജിക്കാൻ സാധിക്കും അവിടെയൊക്കെ ഞങ്ങൾ യോജിക്കും. നിങ്ങൾ കേട്ടില്ലേ? ഇതല്ലേ ജനാധിപത്യത്തിന്റെ സുന്ദരമായ കാഴ്ച എന്ന് പറയുന്നത്? എത്ര സുന്ദരമായിട്ടാണ് പ്രതിപക്ഷത്തെക്കുറിച്ച് വി രാജേഷ് മുന്നോട്ട് വെക്കുന്നത്. ശബരിനാഥൻ ഉൾപ്പെടെയുള്ള പ്രബലരായിട്ടുള്ള എതിർ പാർട്ടിയിലെ നേതാക്കന്മാരെ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് തന്നെ പറയാണ് പ്രതിപക്ഷത്ത് ശക്തരായ ലീഡേഴ്സ് ഉണ്ട്, അതും ഞങ്ങൾ വളരെ സ്നേഹത്തോടുകൂടി സ്വീകരിക്കുന്നു. അതായത് എതിരാളികൾ എന്നതിലപ്പുറം എല്ലാവരും ജനങ്ങൾക്ക് വേണ്ടി നിലകൊള്ളേണ്ടവരാണ് എന്ന കൃത്യമായ കാഴ്ചപ്പാടല്ലേ BJP ഉയർത്തിപ്പിടിക്കുന്നത്. BJP വന്നാൽ ജനാധിപത്യമില്ലയോ, BJP വന്നാൽ എങ്ങനെയാണോ ഇങ്ങനെയാണോ എന്നൊക്കെ പറയുന്ന നമ്മുടെ കേരളത്തിലെ ഇടതും വലതും അങ്ങ് പെടുന്നതാണല്ലോ നമ്മൾ ദിനം പ്രതി കാണുന്നത്. നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ചു. ഓരോ ആളുകളും ഈ BJP വന്നാൽ ജനാധിപത്യമില്ല എന്ന് പറയുമ്പോൾ യഥാർത്ഥത്തിൽ BJP നമ്മുടെ കേരളത്തിലെ പ്രധാനപ്പെട്ട ഒരു സ്ഥലത്ത്, ഒരു കേന്ദ്രത്തിൽ, ഒരു തലസ്ഥാന നഗരിയിലെ കോർപ്പറേഷനിൽ തന്നെ ഭരണത്തിലെത്തുമ്പോൾ എന്താണ് ജനാധിപത്യത്തിന്റെ സുന്ദരം എന്നുള്ളത് വ്യക്തമായിട്ട് എടുത്തു പറയല്ലേ. ആ സുന്ദരമായിട്ട് തന്നെ അവതരിപ്പിക്കുകയാണ് കാര്യങ്ങൾ. യോജിക്കാൻ പറ്റുന്ന എല്ലാ മേഖലയിലും യോജിക്കും. അതെത്ര സുന്ദരമാണ്. ഓരോ ആളുകളും ചിന്തിക്കണം, യോജിക്കാൻ ആശയപരമായിട്ടും യോജിപ്പുണ്ട്, അതവിടെ നിൽക്കട്ടെ. പക്ഷെ യോജിക്കാൻ പറ്റാവുന്ന എല്ലാ സ്ഥലങ്ങളിലും യോജിക്കും. മാത്രമല്ല നമ്മളിവിടെ പ്രത്യേകം മനസ്സിലാക്കണോ, യഥാർത്ഥത്തിൽ ഇന്ത്യ മുന്നണിക്ക് നേതൃത്വം കൊടുക്കുന്ന രാഹുൽ ഗാന്ധി ഉൾപ്പെടെ ഒരു കാര്യം ഈ വി രാജേഷിൽ നിന്ന് പഠിക്കണം. സകലതിനെ എതിർക്കുക എന്നല്ല. പ്രതിപക്ഷമുണ്ടല്ലോ, ഞങ്ങൾ അവരെ ശക്തമായിട്ട് അങ്ങ് എതിർക്കുന്നതാണോ വി രാജേഷ് പറയുന്നത്? അല്ല, കൃത്യമായിട്ട് എല്ലാവരെയും ഉൾക്കൊള്ളും. എന്തും ഏതിനെയും എതിർക്കുന്ന പ്രതിപക്ഷമൊക്കെ ഇതൊക്കെ ഒരു പാഠമാക്കി എടുക്കണം. യഥാർത്ഥത്തിൽ നമ്മൾ ലോക്സഭയിൽ കാണുമ്പോൾ പ്രതിപക്ഷം കിടന്നു തുള്ള എന്ത് നമ്മുടെ രാജ്യ നന്മ ഓപ്പറേഷൻ സിന്ധൂര് പോലും പറയുന്ന സമയത്ത് നമ്മുടെ രാജ്യത്ത് ഈ പറയുന്നവര് ഈ പ്രതിപക്ഷ നിന്ന് എന്തൊക്കെ ഗുലുമാല് പൊക്കി പിടിച്ചിട്ടുണ്ട്.
ഒരാളുകൾ വന്ന് ചിന്തിച്ചോക്കോ, ലോകത്ത് ഏതെങ്കിലും ഒരു രാജ്യം ഒരു യുദ്ധസമയത്തേക്ക് ഒരു യുദ്ധത്തിലേക്ക് എത്തുക എന്ന് പറയുമ്പോൾ ഏതൊരു രാജ്യമാണെങ്കിലും അത് വളരെ വളരെ ഗൗരവകരമായിട്ടുള്ള വളരെ ഒരു രാജ്യത്തെ സംബന്ധിച്ച് അതിലപ്പുറം ഇനി മറ്റൊന്നും വരാനില്ല. അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിലെ ഓപ്പറേഷൻ സിന്ദൂർ നടക്കുമ്പോൾ പോലും നമ്മുടെ പ്രതിപക്ഷം അതിനെതിരെ അട്ടഹസിച്ചുകൊണ്ടിരുന്ന ആ പ്രതിപക്ഷ രാഹുൽ ഗാന്ധി മുതലുള്ള ആളുകൾ, നിങ്ങൾ ഏറ്റവും ചുരുങ്ങിയത് കോർപ്പറേഷൻ മേയറുടെ വാക്കുകളൊന്നും കേട്ട് മനസ്സിലാക്കണോ? എത്ര സുന്ദരമായിട്ടാണ് എല്ലാവരെയും ഉൾക്കൊള്ളും എന്ന് പറയുന്നത്. ഇവിടെ നമ്മുടെ രാജ്യത്തെ പ്രതിപക്ഷമാണെങ്കിൽ എന്ത് രാജ്യ നന്മ പറഞ്ഞാലും അതിനെതിരെയാ. അങ്ങനെയല്ല, കൃത്യമായിട്ട് മേയർ പറയുന്നുണ്ട് യോജിക്കാൻ പറ്റാവുന്ന എല്ലാ കാര്യങ്ങളിലും യോജിക്കും. ആശയപരമായിട്ട് തീർച്ചയായിട്ടും വിയോജിപ്പുണ്ടാവും. അങ്ങനെയാണല്ലോ ഒരുപാട് പാർട്ടികൾ നമ്മുടെ രാജ്യത്തും കേരളത്തിലൊക്കെ ഉണ്ടാവുന്നത്. ആശയപരമായിട്ട് മാറി നിൽക്കുക. ഇതൊക്കെ ശരിക്കും രാഹുൽ ഗാന്ധി ഉൾപ്പെടെയുള്ള ആളുകൾ മാതൃകയാക്കേണ്ടതാ. രാജ്യം ഒരു യുദ്ധസമയത്തേക്ക് യുദ്ധമുഖത്തേക്ക് എത്തുന്ന സമയത്ത് പോലും കോൺഗ്രസ് നമ്മുടെ രാജ്യത്തോട് നെറുകേട് ചെയ്ത് ലോകത്തൊരു പ്രതിപക്ഷ നേതാവും ചെയ്യാത്തതുപോലെ ശത്രു രാജ്യത്തിന് വേണ്ടിയിട്ട് നിരന്തരം പാടി നടന്ന് ശത്രു രാജ്യത്തിന് വേണ്ടി, ലോകത്ത് മറ്റൊരു പ്രതിപക്ഷ നേതാവ് ഉണ്ടാവില്ല. ഒരു രാജ്യം മറ്റൊരു രാജ്യത്തിനെതിരെ യുദ്ധത്തിൽ ഏർപ്പെടുന്ന സമയത്ത് ശത്രു രാജ്യത്തിന് വേണ്ടിയിട്ട് പ്രതിപക്ഷം സംസാരിക്കുന്നത്. ഇപ്പൊ ഇസ്രായേൽ ഹമാസ് യുദ്ധം നടക്കുന്നുണ്ട്. ഇസ്രായേൽ ഹമാസ് ഒരുപാട് ഭീകരരുമായിട്ട് ഇസ്രായേൽ യുദ്ധം നടത്തിക്കൊണ്ട് വലിയ പോരാട്ടം അവരുടെ രാജ്യത്തിന് വേണ്ടി നടത്തിക്കൊണ്ടിരിക്കുക. ഇസ്രായേൽ പ്രധാനമന്ത്രി അവിടെയുള്ള പ്രതിപക്ഷ നേതാവ് കടിവിടുക അവിടെ അല്ല, അവർ ഒരുമിച്ച് ഒറ്റക്കെട്ടായിട്ട് നേരിടുക ഭീകരരെ. അതേ സമയത്ത് നമ്മുടെ രാജ്യം ഭീകര രാജ്യമായിട്ടുള്ള പാകിസ്ഥാനെതിരെ പോരാട്ടം നയിക്കുമ്പോൾ ലഷ്കർ-ഇ തൊയ്ബ ഉൾപ്പെടെയുള്ള ഭീകരർക്ക് നേരെ ആക്രമണം നടത്തുമ്പോൾ നമ്മുടെ രാജ്യത്തെ രാഹുൽ ഗാന്ധിയും പ്രതിപക്ഷ സകല അംഗങ്ങളും ഈ രംഗത്തിറങ്ങിയിട്ട് രാജ്യത്തിനെതിരെയാണ്. അതേസമയം BJP കൃത്യമായിട്ട് നമ്മുടെ തിരുവനന്തപുരത്ത് മലയാളികൾക്ക് കാണിച്ചു തരിക, ഞങ്ങൾ എല്ലാവരെയും കൂട്ടിപ്പിടിക്കും, പരമാവധി ഞങ്ങൾക്കാവുന്നത് പോലെ കൂട്ടിപ്പിടിക്കൂ, ആശയപരമായിട്ടേ വിയോജിപ്പുള്ളൂ. എത്ര സുന്ദരമായിട്ടാണ്. അതേപോലെ തന്നെ എടുത്തു മനസ്സിലാക്കേണ്ടതാ, സാധാരണക്കാരെ ഞങ്ങളെ യജമാനന്മാരായിട്ടാണ് ഞങ്ങൾ ഈ വാക്കുകളൊക്കെ നമ്മുടെ കേരളത്തില് മറ്റേതെങ്കിലും പാർട്ടിയിലെ നേതാക്കന്മാർ പറയുന്നുണ്ട് അധികാര സ്ഥാനങ്ങളിലുള്ള. ഇവിടെ എന്താണ്, ഇവിടെ അധികാരം കിട്ടിയാൽ എന്തോ അഹങ്കാരത്തില്. നമുക്കറിയാം നമ്മുടെ കേരളത്തിൽ 20 MP-മാരുണ്ട്. സുരേഷ് ഗോപി എല്ലാ ആലിൻ ചുവട്ടിലേക്ക് വരെ തൃശ്ശൂരിലെ ആലിൻ ചുവടിലേക്ക് വരെ മരത്തിന്റെ പറയുന്ന കവലകളിലേക്ക് വരെ വന്നിറങ്ങിയിട്ട് സംസാരിക്കുമ്പോ നമ്മുടെ മാധ്യമങ്ങൾ സുരേഷ് ഗോപിക്കെതിരെയാണ് വാർത്ത കൊടുത്തുകൊണ്ടിരിക്കുക. അവിടുന്ന് അങ്ങനെ പറഞ്ഞു ഇങ്ങനെ പറഞ്ഞു. അതേസമയം മറ്റു 19 MP-മാര് AC മുറികളിൽ നിന്ന് AC വാഹനങ്ങളിൽ നിന്ന് പുറത്തേക്കിറങ്ങി സാധാരണക്കാരിലേക്ക് എത്തുന്നില്ല എന്ന കാര്യമേ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ മിണ്ടുന്നില്ല. നമ്മുടെ കേരളത്തിൽ ഇപ്പൊ BJP-യുമായി ബന്ധപ്പെട്ട് നമ്മൾ നോക്കുമ്പോൾ കാണുന്നത് ഒന്ന് സുരേഷ് ഗോപിയാ, മറ്റൊന്ന് തിരുവനന്തപുരത്ത് നമ്മുടെ കേരളത്തിന്റെ തലസ്ഥാന നഗരി BJP ഭരിക്കുന്നു. അവിടുത്തെ മേയർ എന്ത് പറയുന്നു? സാധാരണക്കാർക്കൊപ്പം ഏതൊരു വിഷയം സംസാരിക്കുമ്പോഴും സാധാരണക്കാർക്കൊപ്പമാണ് ഞങ്ങൾ എന്ന് കൃത്യമായിട്ട് ഉയർത്തിപ്പിടിക്കുന്നത്. ഏതായാലും കേരളത്തിലെ ഇടത് വലത് കേന്ദ്രങ്ങൾ നന്നായിട്ട് വിയർക്കേണ്ടി വരും BJP-യോട് മുട്ടിയിട്ടേ വരും കാലങ്ങളിലൊക്കെ കേരളത്തിൽ അധികാരത്തിലേക്കൊക്കെ എത്താൻ. വരും കാലങ്ങളിൽ ഒരു തർക്കവും വേണ്ട, BJP അധികാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും കേരളത്തിൽ, അധികം വൈകാതെ തന്നെ. വെറുതെ പറയുന്നല്ല, അത്തരത്തിലുള്ള പ്രവർത്തനമാണ് തിരുവനന്തപുരം കോർപ്പറേഷനിലൊക്കെ കൃത്യമായിട്ട് BJP മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കാണുമ്പോൾ കേരളത്തിലെ BJP എന്താണ് എന്നുള്ളത് കേരളത്തിന്റെ പൊതുസമൂഹം കൃത്യമായിട്ട് തിരിച്ചറിയും. അധികം വൈകാതെ തന്നെ ഇവിടെ BJP-യെ ജനങ്ങള് അധികാരത്തിലേക്ക് എത്തിക്കുക തന്നെ ചെയ്യും. കാരണം മറ്റൊന്നല്ല, ഇവിടെ LDF-ഉം UDF ഒക്കെ വിളിച്ചു പറഞ്ഞത് മൊത്തമായിട്ട് പച്ചക്കള്ളമാണെന്ന് ജനങ്ങൾ തിരിച്ചറിയും. അതുകൊണ്ട് തന്നെയാ വ്യക്തമായിട്ട് പറയുന്നത് അധികം വൈകാതെ തന്നെ കേരളത്തിൽ BJP അധികാരത്തിലേക്ക് എത്തുക തന്നെ ചെയ്യും.